അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ദിവസേ, എൻ്റെ സങ്കട സമയത്തുള്ള പ്രാർത്ഥനകളിൽ മനസ്സിൽ നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ഗ്രേസി. ഞാൻ ഈ ഇടവകയിൽ നിന്നാണ് സാക്ഷ്യം പറയുന്നത്. എനിക്ക് 2015-16 കാലഘട്ടത്തിൽ പീരീഡ്സ് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. 3 മാസം കൂടുമ്പോഴാണ് ഒന്ന് കാണുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള സംഭവങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താണാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടറിനെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഡോക്ടറിനെ ഒന്നും കാണിക്കാൻ നേരമില്ല. എന്താ വെച്ചാൽ അന്ന് പണിക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞു. അങ്ങനെ 2020 ആയപ്പോഴാണ് ഞാൻ ഇനിയൊന്ന് ഡോക്ടറെ കാണിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോയി. അങ്ങനെ പോയപ്പോൾ ഓട്ടുപാറ ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ സൗമ്യ ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ചെറിയ മുഴകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പുണ്യാള എന്താ ഞാൻ കേൾക്കണേ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഗർഭപാത്രത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അമ്മാമ്മയ്ക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാരമ്പര്യമായിട്ട് വന്നതാകും. ഈശോയെ, നീ എനിക്ക് ആരുമില്ല, എൻ്റെ മക്കളൊന്നും എനിക്കും ആയിട്ടില്ല, എന്നെ നീ സഹായിക്കണേ, എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ എൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിക്കേണ്ട, ആ മരുന്ന് കഴിച്ചാൽ മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വെച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു DNC ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ചികിത്സ കാര്യങ്ങളുണ്ടാവുമല്ലോ. അവിടെ ചെന്ന് ഞാൻ വീണ്ടും അവിടെ പരിശോധനയ്ക്ക് വിധേയമായി. അവിടെ ചെന്നപ്പം പറഞ്ഞു ചെറിയ മുഴകളാണ്, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു DNC ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ ഈ പള്ളിയിൽ പോയിരുന്നേക്ക നമ്മുടെ പഴയ പള്ളിയിൽ എനിക്ക് പുണ്യാളെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. അതിൻ്റെ ചെറുപ്പം മുതലേ അങ്ങനെ, ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞാൻ പുണ്യാളോട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഞാൻ ഈ നടയിൽ ഞാൻ മുട്ടുമുന്ന നിരങ്ങി ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇതുവരെ ആൾക്കാരുടെ ഇതുവരെ വന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പുണ്യാളോട് പ്രാർത്ഥിക്കും. നീ ഒന്നും വരുത്തരുത്, എൻ്റെ മക്കളൊന്നിലേക്കും ആയിട്ടില്ല, എന്നെ സഹായിക്കണേ, നീ വേറെ ആരും എനിക്കില്ല, ഞാൻ എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന് നിന്നോട് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് അവിടുന്ന് ഞാൻ പ്രാർത്ഥന അല്ല ഞാൻ പിന്നെ മരുന്ന് കഴിക്കാനോ DNCക്കോ ഒന്നും ഞാൻ പോയില്ല. അവിടുന്ന് അങ്ങനെ കഴിഞ്ഞ് കുറേ നാളുകൾ അങ്ങനെ കഴിഞ്ഞു. ഞാൻ പിന്നെ വീട്ടിൽ നമ്മുടെ ശൈക്കാന ചാനലിൽ എല്ലാ ധ്യാനത്തിലും മിക്ക ധ്യാനത്തിലും ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഞാൻ ഡാൻസും കളിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായി ചെയ്യും. എനിക്ക് ഈശോയോട് നല്ല സ്നേഹം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എന്തോ ഒരു തരിപ്പ് പോലെയും വേദന അങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയണ പോലെ എനിക്ക് തോന്നി, മോള് പേടിക്കേണ്ട, മോളിനെ ദൈവം സൗഖ്യപ്പെടുത്തി, ഈശോ പുണ്യാളും മാതാവ് എല്ലാം ഞാൻ കണ്ണുനീരോടെ എന്നെ പ്രാർത്ഥിക്കും, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ പറഞ്ഞു ഈശോ മോള് പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2024 ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി കുർമാല് എന്തായാലും 3 ദിവസത്തെ ധ്യാനം കൂടി കേൾക്കട്ടെ. അമ്മ വിളിച്ചു പറഞ്ഞു, നീ പോരേ, നമുക്ക് എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ധ്യാനം കൂടി 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. എനിക്ക് നല്ല ഉഷാറായി. അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്നിട്ട് തന്നെ ഞാൻ എൻ്റെ കർത്താവേ എന്നെ നീയെ സൗഖ്യപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കണ്ട് ഞാൻ അന്ന് ചെവിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ചെവി 25 വർഷമായിട്ട് പഴുപ്പാണ്, ഇടത്തെ ചെവി. അപ്പോൾ ഞാൻ അതും കൂടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ടാണ് ഗാഗുൽത്തായിലേക്ക് പോയത്. അപ്പോൾ ഞാൻ സാബു ബ്രദറായിരുന്നു അവിടെ. അപ്പോൾ ബ്രദർ പറഞ്ഞു, കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു എന്നോട് കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, ഓപ്പറേഷത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് നാളും നോക്കിയപ്പോഴും എൻ്റെ ചെവിയുടെ ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് കുറവുണ്ട്. എന്നാലും സമാധാനത്തിൽ നിന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നൊരു ഡോക്ടറെ കാണിച്ചു.
കാണിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ചെവിയിൽ ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, മരുന്ന് ഒഴിച്ചാൽ മാറി കിട്ടണം, അതാണെന്നല്ലോ, പേടിക്കണ്ട, വെള്ളം ചെവിയിൽ പോവാതെ നോക്കുക, പഞ്ഞി വെച്ചിട്ട് വേണം തലയൊക്കെ കുളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പഞ്ഞിയും വയ്ക്കാറില്ല, ഒന്നും വയ്ക്കാറില്ല, തല കുളിക്കണു, ഒരു കുഴപ്പമില്ലാതെ ഈശോയും മാതാവും പുണ്യാളനും എല്ലാവരും കൂടി എന്നെ ഈ നേരം വരെ കാത്തുരക്ഷിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. ഇനി എന്തൊക്കെയോ പറയണമെന്നുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ മക്കളുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായും ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ വരെ എനിക്ക് നേടി തന്നിട്ടുണ്ട്. ഒരു വീടിൻ്റെ പണിയായാലും എൻ്റെ വീടിൻ്റെ പണി എനിക്ക് പൂർത്തിയാക്കി തന്നതും എൻ്റെ മക്കൾക്ക് അനുഗ്രഹം കൊടുത്ത് നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ജീവിച്ചു പോകണം. അവർ എന്തെങ്കിലും വല്ല ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, അമ്മേ ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടോ, പുണ്യാളിനോട് പ്രാർത്ഥിക്കുകയും എഴുതിരി നേരെ അമ്മ ചെയ്യൂട്ടോ പറഞ്ഞു. ഇപ്പോഴും ഞാനൊരു പെട്ടി എഴുതിരി കൂടിയിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പേടിക്കേണ്ട, പുണ്യാൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ ഒരു കാര്യത്തിലും തടസ്സം വരില്ല. സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈശോയെ, ഞാൻ എന്തെങ്കിലും അറിയില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വരെ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാലുമ്മേ എനിക്ക് പറയാൻ കുറേ ഉണ്ട്, കഴിഞ്ഞു ഇതും കൂടിയല്ലോ. കാലിൻ്റെ മുകളിലൊരു കുരു പോലെ ഉണ്ടായിരുന്നു, നല്ല പഴുപ്പ് പോലെ നിന്നായിരുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയോ, വാതപ്പോളം പോലെയായിരുന്നു. അപ്പോൾ അത് എന്താണാവോ എന്ന് വിചാരിച്ച് ഞാൻ ഇതോടുപോലെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം വൈകുന്നേരം നല്ല പഴുപ്പുകളായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു വെച്ചിട്ട് ഈശോ എന്നെ തൊട്ട് ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കാലിൻ്റെ മുകളിൽ നേരം എടുത്ത് നോക്കിയപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടിരിക്കണം, ഒരു പഴുപ്പുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയോടും മാതാവിനോടും പുണ്യാളിനോടും നന്ദി പറഞ്ഞു കൊള്ളുന്നു. കരങ്ങളടച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവർക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങളടിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. മഹത്വപ്പെടുത്താം.